നമസ്കാരം, ഞാൻ സുരേഷ്. ഇന്ന് ജൂൺ 19 വായനാ ദിനമാണ്. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായിരുന്ന ശ്രീ പി എൻ മണിക്കരുടെ ചരമദിനമാണ് ജൂൺ 19. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് കേരളത്തിൽ വായനാ ദിനം ആചരിക്കുന്നത്. ഈ വായനാ ദിനത്തിൽ എൻ്റെ ചില വായനാനുഭവങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ എൻ്റെ വായന തുടങ്ങുന്ന കാലത്ത് എന്നെ ഏറെ ആകർഷിച്ചൊരു പുസ്തകമാണ് മാക്സിം ഗോർക്കിയുടെ അമ്മ. ഒരു 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലത്തെ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട് പുസ്തകങ്ങളെടുത്ത് വായിക്കുക എന്നത് എൻ്റെ ഒരു ശീലമായിരുന്നു. അത് ഇന്നും തുടരുന്നുണ്ട്. പഴയതുപോലെ അല്ലെങ്കിൽ വളരെ കുറച്ചേ ഇന്ന് വായിക്കാൻ സമയം കിട്ടുന്നുള്ളൂ. അല്ലെങ്കിൽ സമയം കിട്ടുന്നുള്ളൂ എന്ന് പറയുന്നത് തെറ്റാണ്, സമയം കണ്ടെത്തുന്നുള്ളൂ എന്നുള്ളതാണ് ശരി. ആദ്യമായി മാക്സിം ഗോർക്കിയുടെ അമ്മയെയാണ് ചെറിയ രീതിയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇതാണ് അമ്മ എന്ന് പറയുന്ന മാക്സിം ഗോർക്കിയുടെ വിശ്വപ്രസിദ്ധ കൃതി. മനുഷ്യനെ സ്നേഹിക്കുകയും അന്യൻ്റെ വാക്കുകൾ സംഗീതം പോലെ ആസ്വദിക്കപ്പെടുകയും ചെയ്യുന്ന മധുരസാന്ദ്രമായ ലോകത്തെ അഭിവാദനം ചെയ്യുന്ന വിശ്വവിഖ്യാത കൃതിയാണ് മാക്സിം ഗോർക്കിയുടെ അമ്മ. വർഗസമരവുമാണ് ഈ കൃതി മുന്നോട്ട് വയ്ക്കുന്നത്. ലോകത്തെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് വിപ്ലവങ്ങൾക്ക് പ്രചോദനമായ ഒരു കൃതിയാണ് മാക്സിം ഗോർക്കിയുടെ അമ്മ. അതേപോലെ എന്നെയും കമ്മ്യൂണിസത്തിലേക്ക് ആകർഷിച്ച, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് ആകർഷിച്ച ഒരു കൃതിയാണ് മാക്സിം ഗോർക്കിയുടെ അമ്മ. ഞാൻ ഏറെ ഇഷ്ടപ്പെട്ട മറ്റൊരു നോവലാണ് എം മുകുന്ദൻ്റെ ഡൽഹി ഗാഥകൾ. 1960 മുതലുള്ള ഇന്ത്യയുടെ ഡൽഹിയുടെ ചരിത്രമാണ് ഡൽഹി ഗാഥകൾ. അടിയന്തരാവസ്ഥ, സിഖ് കൂട്ടക്കൊല തുടങ്ങിയ സംഭവങ്ങളെല്ലാം പരാമർശിക്കപ്പെടുന്ന ഈ നോവൽ ഒരു ചരിത്ര നോവൽ കൂടിയാണ്. ജോലി തേടി ഡൽഹിയിലെത്തിയ സഹദേവൻ എന്ന മലയാളി യുവാവിൻ്റെ കണ്ണിലൂടെയാണ് ഈ കൃതി മുന്നോട്ട് പോകുന്നത്. ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനവും അതുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലുണ്ടായ സംഭവ വികാസങ്ങളും ഒരു നേർചിത്രമാണ് ഈ നോവൽ. സഞ്ജയ് ഗാന്ധിയുടെ നിർബന്ധ വന്ധ്യംകരണം, ഡൽഹി നഗരം മൂടിപിടിപ്പിക്കാൻ വേണ്ടി ചേരി നിവാസികളെ ബുൾഡോസറുകൾ കൊണ്ട് ഇടിച്ചു നിരത്തിയ സംഭവം, ഇന്ദിരാവധത്തിന് ശേഷം നടന്ന സിഖ് കൂട്ടക്കൊല, ഇന്ത്യ പാക് യുദ്ധം, ഇന്ത്യ ചൈന യുദ്ധം, ഇതൊക്കെ ഡൽഹിയിലെ മനുഷ്യരുടെ ജീവിതത്തെ എങ്ങനെ ബാധിച്ചു എന്ന് ഈ നോവൽ വരച്ചു കാട്ടുന്നു. സമ്പന്നരുടെ ഡൽഹിയല്ല, ദരിദ്രരുടെയും യാചകരുടെയും ഡൽഹിയാണ് എന്നുകൂടി ഈ നോവൽ വ്യക്തമാക്കുന്നു. കൊടിയ ശൈത്യത്തിലും വേനലിലും പുതപ്പോ തണലോ കിട്ടാതെ ഡൽഹിയിലെ തെരുവോരങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന, തെരുവോരങ്ങളിൽ അഭയം പ്രാപിച്ച ആയിരങ്ങളുടെ കഥ കൂടിയാണ് ഡൽഹി ഗാഥകൾ. ഈ അടുത്ത കാലത്ത് രചിക്കപ്പെട്ടൊരു പുസ്തകമാണ് ബെന്യാമിൻ്റെ. ബെന്യാമിൻ നിങ്ങൾക്കേറെ പരിചിതനായിരിക്കും. ആടുജീവിതമൊക്കെ എഴുതിയിട്ടുള്ള ബെന്യാമിൻ്റെ ഒരു പരിഭാഷാ നോവലാണ് മുല്ലപ്പൂ നിറമുള്ള പകൽ. നമുക്കറിയാവുന്ന അറബ് വസന്തം ആണ് ഈ നോവലിലെ പ്രമേയം. ഇതാണ് മുല്ലപ്പൂ നിറമുള്ള പകൽ എന്ന പുസ്തകം. വർഷങ്ങൾക്ക് മുമ്പ് അറേബ്യൻ നഗരങ്ങളെ ഇളക്കിമറിച്ച മുല്ലപ്പൂ വിപ്ലവത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട ബെന്യാമിൻ്റെ നോവലാണ് മുല്ലപ്പൂ നിറമുള്ള പകൽ. സമീറ പർവീൻ എന്ന പാകിസ്ഥാനി പെൺകുട്ടിയുടെ ആഖ്യാനത്തിലാണ് ഈ നോവൽ വികസിക്കുന്നത്. റേഡിയോ ജോക്കിയായി അറബ് നഗരത്തിലെത്തിയ സമീറ പർവീനാണ് ഈ നോവൽ രചിക്കുന്നത്. അതിൻ്റെ സ്വതന്ത്ര പരിഭാഷയാണ് ബെന്യാമിൻ നടത്തിയിട്ടുള്ളത്. അറബി രാജ്യങ്ങളെ ഇറക്കിമറിച്ച ആ വിപ്ലവത്തിന്
പിന്നീട് എന്ത് സംഭവിച്ചു എന്നൊക്കെ ചരിത്രത്തിൽ അവശേഷിക്കുന്നതാണ്. ഈ നോവൽ വളരെ ഹൃദ്യമായ ഒന്നാണ്, എല്ലാവരും വായിച്ചിരിക്കുന്നത്. അതുപോലെ എനിക്കിഷ്ടപ്പെട്ട മറ്റൊരു കൃതിയാണ് KR മീരയുടെ ആരാച്ചാർ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു ആരാച്ചാർ കുടുംബത്തിൻ്റെ കഥയാണ് ഈ നോവൽ. ഫണിഭൂഷൺ വൃന്ദാ മല്ലിക്, വൃദ്ധനായ ഫണിഭൂഷൺ വൃന്ദാ മല്ലിക്കിൻ്റെ കുടുംബത്തിൽ വന്നു ചേർന്ന കുറേ സംഭവങ്ങളാണ് ഈ നോവൽ വരച്ചു കാട്ടുന്നത്. ഒരുപാട് തൂക്കിക്കൊലകൾ നടത്തിയിരുന്ന ഈ കുടുംബത്തിന് തൂക്കിക്കൊലകൾ ഇല്ലാതായ കാലത്ത് ദാരിദ്ര്യവും പട്ടിണിയും അസഹനീയമായപ്പോൾ അതിൽ നിന്ന് പിടിച്ചു നിൽക്കാൻ വഴികൾ തേടുന്ന ഒരു നോവൽ കൂടിയാണ്. ആ ഇടയ്ക്കാണ് തൂക്കിക്കൊലയ്ക്ക് വിധിക്കപ്പെട്ട് സെൻട്രൽ ജയിലിൽ കഴിഞ്ഞിരുന്ന രതീന്ദ്രനാഥ് ബാനർജിയെ തൂക്കിക്കൊല്ലാനുള്ള ഉത്തരവ് വരുന്നത്. വൃദ്ധനായ ഫണിഭൂഷൺ വൃന്ദാ മല്ലിക് 20-കാരിയായ തൻ്റെ മകൾ ചേതന വൃന്ദാ മല്ലിക്കിന് ഈ തൂക്കിക്കൊല നടത്താനുള്ള നിയമന ഉത്തരവ് അധികൃതരിൽ നിന്നും നേടുന്നു. ഒരുപക്ഷെ ലോകത്തിലെ ആദ്യത്തെ വനിതാ ആരാച്ചാരായിരിക്കാം ചേതന വൃന്ദാ മല്ലിക്. പത്രങ്ങളും മാധ്യമങ്ങളും ആഘോഷപൂർവ്വം ഈ ഉത്തരവ് വാർത്ത കൊണ്ടാടുന്നു. ഇന്ന് നമ്മൾ കാണുന്നത് പോലെ തന്നെ കഴുകൻ കണ്ണുകളുമായി ടെലിവിഷൻ ചാനലുകളും പത്രങ്ങളും ഈ ആരാച്ചാർ കുടുംബത്തെ വിലക്കെടുക്കുകയും അവർ ഇഷ്ടം പോലെ ഇവരുടെ ബൈക്കുകളും ദൃശ്യങ്ങളും സംപ്രേഷണം ചെയ്ത് കാശുണ്ടാക്കുകയും ചെയ്തു. ഒരുപാട് കഥാപാത്രങ്ങൾ കടന്നു വരുന്നു. ഒരുപക്ഷെ 100 കണക്കിന് കഥാപാത്രങ്ങൾ കടന്നു വരുന്ന ഈ നോവൽ വളരെ കൃത്യതയോടെയാണ് ഇടചേർത്തിരിക്കുന്നത്. ഓരോ കഥാപാത്രങ്ങൾക്കും അവസാനം വരെ ഇതിൽ തുടർച്ചയുണ്ട് എന്നതാണ് ഈ നോവലിൻ്റെ മറ്റൊരു പ്രത്യേകത. 500ഓളം പേജുള്ള ഈ നോവൽ എൻ്റെ ഓർമ്മ എങ്ങനെയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നോവലാണ്. ഏതൊരാളും വായിച്ചിരിക്കേണ്ട KR മീരയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ആരാച്ചാർ. തീർച്ചയായും നിങ്ങളിത് വായിക്കണം. മറ്റൊരു കാര്യം, ഞാനൊരു സാഹിത്യ നിരൂപകനല്ല, വെറും ഒരു വായനക്കാരൻ മാത്രമാണ്. എൻ്റെ ചെറിയ ചില വായനാനുഭവങ്ങളാണ് ഞാൻ നിങ്ങളുമായി അവിടെ പങ്കുവച്ചത്. ഇതൊരുപക്ഷെ ഞാൻ പറഞ്ഞതിൽ പല അബദ്ധങ്ങളും കടന്നുകൂടിയിരിക്കാം. അത് വെറുതെ ക്ഷമിക്കണം എന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ച അമ്മ എന്ന നോവലിലെ കഥാപാത്രമാണ് നതാഷ. എൻ്റെ മകൾക്ക് അങ്ങനെയൊരു പേര് നിർദ്ദേശിക്കുന്നത് എൻ്റെ ഭാര്യയുടെ അനിയത്തിയും കൂടി ചേർന്നാണ്. ഞങ്ങളാണ് മകൾക്ക് നതാഷ എന്ന പേര് തീരുമാനിക്കുന്നത്. അമ്മയിലെ കഥാപാത്രമാണ് ആ പേര് ഇടാൻ പ്രചോദനമായി തീർന്നിട്ടുള്ളത്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.